الله الرحمن الرحيم إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഹളറ മജ്ലിസുൽ ഇൽമി ഫി റമളാന, റമളാനിൽ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ആരെങ്കിലും വന്നിരുന്നാൽ, അവിടെ ഹാജരായി കഴിഞ്ഞാൽ, കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദസന, ആ ഒരു പരിപാടിയിലേക്ക് വേണ്ടി നടന്നു വരുന്ന ഓരോ കാലവടിപ്പാടിനും ഓരോ വർഷത്തെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുമെന്ന്. അപ്പോൾ ഇത് വലിയൊരു ഇബാദത്താണ്. ഒരുപാട് വർഷങ്ങൾ ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടും. എന്താണ് കാരണം? ഇത് ഇൽമിൻ്റെ മജ്ലിസാണ്. ഇൽമിനേക്കാൾ വലിയത് ലോകത്ത് മറ്റൊന്നുമില്ല. ഇബാദത്ത് എടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്ത് എന്താണെന്ന് പഠിക്കലാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. ഒരു ഇൽമ് കൊണ്ട് ഒരുപാട് കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അമൽ ചെയ്യാനുള്ളതായിരിക്കുന്ന പലതും കിട്ടും. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിലെ പകൽ സമയത്ത് ഈ ഇൽമിൻ്റെ മജ്ലിസിലായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, കനപ്പെട്ടതാണ്, അള്ളാഹുക്ക് തൃപ്തിപ്പെട്ടതാണ്, നമുക്കൊരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك إنك كادح إلى ربك كدحا فملاقيه. സമൂഹം ഇന്ന് ഭൗതിക ജീവിതത്തിന് വേണ്ടി അതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മരണത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതം നമുക്കുണ്ട് എന്നുള്ള ബോധം നമ്മൾ ഓർക്കാതെ പോവുകയാണ്. എന്ത് സമൂഹ തിന്മ ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹ്യ തിന്മയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്, സർവ്വ തിന്മകളെയും ശക്തമായി എതിർക്കുമ്പോൾ മാത്രമേ ഒരു മുഅ്മിനാവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് എന്ത് കണ്ടാലും
അത് തിന്മയാണെങ്കിൽ അതിനെതിർക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടാൻ മതി, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമോ സെക്രട്ടറി സ്ഥാനമോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്നതിൽ പിറകോട്ട് പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم قال الله عز وجل ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان ولا حجاب يحجبه فينظر أيمن منه فلا يرى إلا ما قدم من عمله فينظر أشأم منه فلا يرى إلا ما قدم من عمله فينظر بين يديه فلا يرى إلا النار فاتقوا النار ولو بشق تمرة نبينا محمد رسول الله ليس اليتيم الذي قد مات والده بل اليتيم يتيم العلم والأدب ليس الجمال بأثواب يزيننا بل الجمال جمال العلم والأدب واعلموا يا أمة سيدنا ومولانا محمد ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വന്യരായ സയ്യിദന്മാർ, വന്യരായ
പ്രഗത്ഭരായ മഹാന്മാരായ പണ്ഡിതന്മാർ, സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കൊടുവള്ളി മണ്ഡലം സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച റംസാൻ പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രധാനമായി ഇന്നിവിടെ നടക്കുന്നത് ദിക്റും ദുആയുമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ മുമ്പായി അല്പസമയം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, ആദ്യം എന്നോട് പിന്നെ നിങ്ങളോട് ചില ചുരുങ്ങിയ ഉപദേശങ്ങൾ നൽകാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. പരിശുദ്ധ റമളാൻ തുടങ്ങി, അത് നമ്മെ കാത്തിരിക്കാതെ മുന്നോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ജുമുഅ നിസ്കാരത്തിൻ്റെ മുമ്പ് നിർവഹിച്ച ഖുത്ബകളിൽ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഉടനെ എല്ലാ പള്ളികളിലെയും ഖതീബുമാർ ഓതിയ 2-3 വാക്കുകൾ അത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതാ. ഇഖ്തഹിമൂ ഹൽബത്തസ് സിബാഖ് ഇലൽ ഫൗസിൽ അക്ബർ വഖ്തനിമൂ സുഹ്ബത്തർ റിഫാഖ് ഫിൽ ശഹ്രിൽ അസ്ഹർ. എല്ലാ ഖതീബുമാരും കഴിഞ്ഞ വെള്ളിയാഴ്ച നബാത്തിയ ഖുത്ബ നിർവഹിക്കപ്പെട്ട മുഴുവൻ പള്ളികളിലും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തതിൻ്റെ ശേഷം മുഅ്മിനീങ്ങളായ ആളുകളോട് പരിശുദ്ധ റമളാനിൽ ജീവിക്കേണ്ട രൂപങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇഖ്തഹിമൂ ഹൽബത്തസ് സിബാഖി ഇലൽ ഫൗസിൽ അക്ബർ, മഹത്തായ വിജയത്തിലേക്കുള്ള മത്സരം നടക്കുന്ന മൈതാനിയിലേക്ക് തിക്കിക്കയറുക എന്നാണ് അതിൻ്റെ അർത്ഥം. മഹത്തായ വിജയത്തിലേക്ക്, മത്സരം നടക്കുന്ന മൈതാനിയിലേക്ക് തിക്കിക്കയറാൻ മുഅ്മിനീങ്ങളായ ആളുകളോട് കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ ഖുത്ബകളിലും എല്ലാ മിമ്പറുകളിലും ആഹ്വാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ ഖുത്ബയുടെ ലാസ്റ്റ് പറഞ്ഞതെന്തേ? ഫല്ലാഫിറുൽ മൈമൂനു മൻ ഇഖ്തനമ ഔഖാതഹ വൽ ഖാസിറുൽ മഗ്ബൂനു മൻ അഹ്മലഹു ഫഫാതഹ. ഖുത്ബയിലുള്ള മറ്റ് 2 വാചകങ്ങളാണത്. ഫല്ലാഫിറുൽ മൈമൂൻ, ഫല്ലാഫിറുൽ മൈമൂൻ, ഏറ്റവും മഹത്തായ വിജയം കൈവരിച്ചവൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. ഈ മഹത്തായ മാസത്തിൽ എങ്ങനെയാ റജബ് 1 മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാ നമ്മൾ. റജബ് 1 മുതൽ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് എത്തിച്ചു തരണമേ. അല്ലാഹു നമ്മെ എത്തിച്ചു തന്നു. പരിശുദ്ധ റമളാനിന്റെ 1-ാമത്തെ ദിവസം പത്രമെടുത്ത് നോക്കിയപ്പോഴാ നമ്മളൊക്കെ പരിചയമുള്ള മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ മെമ്പറായ ഒരു പണ്ഡിതൻ മരിച്ചുപോയത് അല്ലേ, മുഹമ്മദ് ഫൈസി. അല്ലാഹു അവരെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ടപ്പോഴും ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്, റഹ്മാനായ റബ്ബേ, 2 മാസക്കാലം നമ്മൾ ദുആ ചെയ്തു, റമളാനിലേക്ക് എത്തിക്കണമേ. എന്ന് ഈ മഹാനായ പണ്ഡിതനും ദുആ ചെയ്തിട്ടുണ്ടാകുമല്ലോ റബ്ബേ. അത് നീ കബൂൽ ചെയ്തില്ല. അല്ലാഹുവേ, നീ കബൂൽ ചെയ്തു, ഞങ്ങളുടെ ദുആ നീ സ്വീകരിച്ചു. പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളിതാ എത്തിയിരിക്കുന്നു റബ്ബേ. നിങ്ങൾ നോക്കി, അല്ലാഹു ആഫിയത്തോടെ, റാഹത്തോടെ, സലാമത്തോടെ ഈ പരിശുദ്ധ റമളാനിലേക്ക് നമ്മെ എത്തിച്ചു തന്നു. നമ്മൾ എന്ത് ചെയ്യണം ഇനി? ഫല്ലാഫിറുൽ മൈമൂൻ, ഫല്ലാഫിറുൽ മൈമൂൻ, മഹത്തായ വിജയം കൈവരിച്ചവൻ. മനിഖ്തനമ ഔഖാത, ഈ റമളാനിന്റെ ഓരോ നിമിഷവും മുതലാക്കിയവനാകുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാ കേട്ടോളൂ, ഫൽ ഖാസിറുൽ മഗ്ബൂൻ മൻ അഹ്മലഹു ഫഫാത,
വൽ ഖാസിറുൽ മഗ്ബൂൻ, ചതിപ്പെട്ട വഞ്ചകനായ പരാജിതൻ, വഞ്ചകനായ വഞ്ചിതനായ പരാജിതൻ. മൻ അഹ്മലഹു ഫഫാത, പരിശുദ്ധ റമളാനിന്റെ ഓരോ നിമിഷങ്ങളെയും അവഗണിച്ച് അതിനെ ആ അവഗണനയോടുകൂടി അതിനെ നഷ്ടപ്പെടുത്തിയവൻ ആരാണോ അവരാണ് ലോക പരാജിതനെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ മുഴുവൻ ഖതീബുമാരും മിമ്പറിൽ വെച്ച് പറഞ്ഞതാണ്. എവിടേക്കാ നമുക്ക് പോവേണ്ടത്? ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? എവിടെയാണ് നമ്മൾ എത്തേണ്ടത്? ഞാൻ ഓതി വെച്ച ആയത്തും ഹദീസും അത് മാത്രം അർത്ഥം പറഞ്ഞാൽ മതി നമ്മളൊന്ന് ആലോചിക്കാൻ, മനുഷ്യന്റെ മനസ്സിലേക്കൊന്ന് വരാൻ. തിന്മകൾ അധികരിക്കുന്ന കാലമാണ്, നന്മകൾ കുഴിച്ചു മൂടപ്പെടുന്ന സമയമാണ് ഇല്ലേ? ഇതിനെ പ്രതികരിക്കാൻ, ഇതിനോട് യുദ്ധം ചെയ്യാൻ ആളില്ലാതെ പോയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യമേതാണ്, അസത്യമേതാണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, ഖൈർ ഏതാണ്, ശർറ് ഏതാണെന്നറിയാത്ത മനുഷ്യനില്ല. അങ്ങനെയാ ഖുർആൻ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. പരിശുദ്ധ ഖുർആൻ നഫ്സിനെയാണോ സത്യം? എങ്ങനെ അർത്ഥം വെക്കാം? നഫ്സിനെയാണോ സത്യം? നമ്മുടെ ആത്മാവിനെയാണോ സത്യം? കൽബിനെയാണോ സത്യം? വമാ സവ്വാഹ, ആ നഫ്സിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിനെയാണോ സത്യം? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ഫുജൂർ എന്താണ്, അതിന്റെ തഖ്വ എന്താണ്, ഖൈർ ഏതാണ്, ശർറ് ഏതാണ്, നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് ഓരോ ശരീരങ്ങൾക്കും അല്ലാഹു ബോധനം നൽകിയിരിക്കുന്നു. അങ്ങനെയാ പരിശുദ്ധ ഖുർആൻ ഫഅൽഹമഹ, ഓരോ നഫ്സിനും അല്ലാഹു ബോധനം നൽകിയിട്ടുണ്ട്. ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ഫുജൂറിനെ, അതിന്റെ തഖ്വയെ. എന്താണ് ഖൈറെന്ന് ശരി മനുഷ്യനറിയാം, ഏതാണ് ശർറെന്നറിയാം, ഏതാണ് നന്മയെന്നറിയാം, എന്താണ് തിന്മയെന്നറിയാം. എന്നിട്ട് ഖുർആൻ എന്തേ പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ആ നഫ്സിനെ സംസ്കരിച്ച് നന്മയിലൂടെ മാത്രം ആ നഫ്സിനെ ആരാണോ കൊണ്ടു നടന്നത് തീർച്ചയായും അവനാണ് വിജയിച്ചവൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. അതല്ല വേണ്ടത്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ സക്കാഹ, ആ നഫ്സിനെ, ശരീരത്തിനെ, ആത്മാവിനെ, കൽബിനെ ആര് സംസ്കരിച്ച് വൃത്തിയാക്കിയോ ശുദ്ധീകരിച്ചോ അവനാണ് വിജയിച്ചവൻ. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ നഫ്സിൽ അഴുക്ക് പുരട്ടിയവനാരോ അവനെ പരാജയപ്പെട്ടവനാണ്. പരിശുദ്ധ ഖുർആൻ. പിന്നെ ആർക്കറിയാത്തത്? ആർക്കാണറിയാത്തത്? ഖൈറും ശർറും അറിയാത്തവരുമില്ല. കള്ളു കുടിക്കാൻ പാടില്ല എന്നറിയാത്തവരാരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? വ്യഭിചരിക്കാൻ പാടില്ല എന്നറിയാത്തവരില്ല. പലിശ വാങ്ങാൻ പാടില്ല എന്നറിയാത്തവരില്ല. ഗീബത്തും നമീമത്തും പറയാൻ പാടില്ല എന്നറിയാത്തവരില്ല. ചീത്ത പറയാൻ പാടില്ല എന്നറിയാത്തവരില്ല. ആളുകളെ വഞ്ചിക്കാനും പറ്റിക്കാനും ചതിക്കാനും പാടില്ല എന്ന് അറിയാത്തവരില്ല. ശർറാണെന്ന് അറിയാത്തവരില്ല. അത് പാടില്ല എന്ന് അറിയാത്ത ഒരു മനുഷ്യനില്ല. സ്കരിക്കൽ ഖൈറാണെന്ന് അറിയാത്തവനില്ല. നോമ്പ് പിടിക്കൽ, പരിശുദ്ധ ഖുർആൻ ഓതൽ, ദിക്ർ ചൊല്ലൽ, സദഖ ചെയ്യൽ, സകാത്ത് ചെയ്യൽ, ഇതൊക്കെ നന്മയാണെന്നറിയാത്തവരില്ല. ആർക്കാ അറിയാത്തത്? ആരും അറിയാതിരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പഠിപ്പിച്ചത് എങ്ങനെയാ? ഫിർഔനിനോട് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തിയത് പോലും അങ്ങനെയാ. ഫിർഔൻ ചോദിച്ചു മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഖാല മൻ റബ്ബുകുമാ യാ മൂസ, അല്ല മൂസേ നിങ്ങൾ ഈ പറയുന്ന റബ്ബാരാന്ന് ചോദിച്ചു. എന്തേ മറുപടി പറഞ്ഞത്? സൂറത്ത് ത്വാഹ നോക്കിയാൽ കാണാം, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അങ്ങനെയാ പറഞ്ഞത്.
റബ്ബുന ഞങ്ങൾക്കുള്ള റബ്ബ് അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിപ്പ് നൽകിയവൻ അവനാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല സുമ്മഹദ മുഫസ്സിരീങ്ങൾ പരിശോധിച്ചാൽ മുഫസ്സിരീങ്ങൾ ആ സുമ്മഹദ എന്ന വാക്കിനർത്ഥം പറഞ്ഞത് കാണാം മുഴുവൻ മനുഷ്യർക്കും എന്നല്ല മാത്രമല്ല മുഴുവൻ ജീവികളെയും എന്തിനാണ് സൃഷ്ടിച്ചത് എന്നും അള്ളാഹു അറിയിച്ചു കൊടുത്തവനാണ്. അതും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് മനുഷ്യനറിയാം. മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യ വിഭാഗത്തിനെ സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? അതും നമുക്കറിയാം. എന്തിനാ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. എന്നിട്ട് നമ്മളത് ചെയ്യുന്നില്ല. അതുകൊണ്ടാ മനുഷ്യനെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാൻ ലിറബ്ബിഹി ലകനൂദുൻ, അങ്ങനെയാ പറഞ്ഞത്. അത് പറയാനോ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദുൻ എന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വാക്യങ്ങൾ ഉപയോഗിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. വൽ ആദിയാതി ലബ്ഹൻ ഫൽ മൂരിയാതി ഖദ്ഹൻ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്തേ പറഞ്ഞത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ അല്ലാഹു തആല പറഞ്ഞത്? മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് പറയാൻ ഒരു മൃഗത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത്. വൽ ആദിയാതി ലബ്ഹാ, കിതച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന കുതിരകളെയാണോ സത്യം? കുതിരകൾ. എന്തേ കുതിരകളെ എന്തിനാ സൃഷ്ടിച്ചത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ മുതുകിലേറ്റി ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടിയെടുക്കാൻ. അതാണ് കുതിരകളുടെ ജോലി. ആ ജോലിയെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാ പടച്ച തമ്പുരാൻ വൽ ആദിയാതി ലബ്ഹാ, കിതച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന കുതിരകൾ. ആ കുതിരകളെയാണോ സത്യം? ഫൽ മൂരിയാതി ഖദ്ഹാ, കുളമ്പുകൾ നിലക്ക് തട്ടിച്ച് പൊടികൾ അന്തരീക്ഷത്തിലേക്ക് പാറിക്കുന്ന കുതിരകൾ, അതിനെയാണോ സത്യം? ഫൽ മുഗീറാതി സുബ്ഹാ, പ്രഭാത സമയമാകുമ്പോഴേക്കും ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് കവർച്ച നടത്താൻ സഹായിക്കുന്ന കുതിരകളെയാണോ സത്യം? വസത്ന ബിഹി ജംഅ, ശത്രുക്കളുടെ ഇടയിലേക്ക് യോദ്ധാവിനെ മുതുകിലേറ്റി ഇരച്ചു കയറുന്ന കുതിരകളെയാണോ സത്യം? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. എന്തേ പറഞ്ഞത്? മനുഷ്യൻ ഓർക്കാൻ വേണ്ടിയാ പറഞ്ഞത്. കുതിരകളെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ട് മനുഷ്യ, നീയാണെങ്കിലോ നീ അത് ചെയ്യുന്നില്ല. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്. മനുഷ്യന് മാത്രമല്ലേ പടച്ച തമ്പുരാൻ ബുദ്ധി എന്ന വസ്തു തന്നത്? മനുഷ്യന് മാത്രമുള്ളതാണത്. ഈ ബുദ്ധിയുള്ള മനുഷ്യനോടാണ്. അതുകൊണ്ട് അവസാന ടൈമിൽ പോലും നരകത്തിന് മുമ്പിൽ കാണിച്ചിട്ട് ഇസ്ലൗഹാ, നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ സൂറത്ത് യാസീൻ. എന്തേ അല്ലാഹു തആല ചോദിക്കുന്നത്? എന്തേ അള്ളാഹുവിന്റെ ചോദ്യം? മനുഷ്യനോട്, ബുദ്ധി തന്ന മനുഷ്യനോട് ഈ ബുദ്ധി നീ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് നീ ബുദ്ധി ഉപയോഗിച്ചില്ല? നിനക്ക് ഞാൻ ബുദ്ധി തന്നിട്ടില്ലായിരുന്നോ? എന്തേ നീ ആ ബുദ്ധി ഉപയോഗിക്കാതിരുന്നു? അതാണ് ചോദ്യം. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മൻ അഫ്ഖഹുൻ നാസ്, ഏറ്റവും വലിയ ഫഖീഹാരാ? അപ്പൊ പറഞ്ഞതെന്തേ? അൽ ആഖിൽ, ബുദ്ധിയുള്ളവനാ, അതുപയോഗിച്ചവൻ. മൻ അഅ്ബദുൻ നാസ്, ഏറ്റവും വലിയ ആബിദ് ആരാണെന്ന് ചോദിച്ചു. അപ്പോഴും എന്തേ മറുപടി? അൽ ആഖിൽ, ബുദ്ധി ഉപയോഗിച്ചവനാണ്. അതാ മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധി. അവൻ അല്ലാഹു നൽകിയ ആ അഖ്ലിനെ, ബുദ്ധിയെ ഉപയോഗിക്കുക.
അതാണല്ലോ മഹ്ശറയിൽ സൂറത്ത് യാസീൻ പരിശോധിച്ച് നോക്കി നിങ്ങൾ. സൂറത്ത് യാസീനിൽ മഹ്ശറയിലുള്ള ഒരു വലിയ രംഗം വിശദീകരിക്കുന്നുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ അഫലം തകൂനൂ തഅഖിലൂൻ അഫലം തകൂനൂ തഅഖിലൂൻ ഹാദിഹി ജഹന്നം അല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹാ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. പരിശുദ്ധ ഖുർആനിൽ ഖൽബുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയപ്പെടുന്ന മഹത്തായ പരിശുദ്ധ യാസീൻ സൂറത്ത് നമുക്കൊക്കെ അറിയാലോ. ആ യാസീൻ സൂറത്തിന്റെ പരിഭാഷ ഒന്ന് എടുത്തു പോയി നോക്കൂ നിങ്ങൾ. മഹ്ശറയിൽ നമ്മയൊക്കെ കൊണ്ടുപോയി നിർത്തിയതിന്റെ ശേഷം പടച്ച തമ്പുരാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അവിടെയുള്ള ഏറ്റവും വലിയ ഒരു രംഗമാ വിശദീകരണം. വംതാസുൽ യൗം, ഇന്നത്തെ ദിവസത്തിൽ ഒന്ന് മാറി നിൽക്കൂ കൂട്ടരെ, ഒന്ന് മാറി നിൽക്കൂ. ഇംതാസു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ, ഒന്ന് മാറി നിൽക്കൂ. ആരോട്? അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളെ വിളിച്ചുകൊണ്ടാ അല്ലാഹു പറയുന്നത്. തമ്മാടികളായി, ധിക്കാരികളായി, എന്റെ കൽപ്പന അനുസരിക്കാതെ എന്റേത് മുഴുവനും അനുഭവിച്ച് ദുനിയാവിൽ സുഖമായി ജീവിച്ച് എന്നെ അനുസരിക്കാതെ, നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, സകാത്ത് കൊടുക്കാതെ, സദഖ ചെയ്യാതെ, തമ്മാടിയായി കള്ള് കുടിച്ച്, വ്യഭിചരിച്ച്, പലിശ വാങ്ങി, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഒരാളെ പോലും അനുസരിക്കാതെ എന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് തമ്മാടിയായി ദുനിയാവിൽ ജീവിച്ചവനെ ഒന്ന് മാറി നിൽക്കൂ, മാറി നിൽക്കൂ. അല്ലാഹു ആദ്യമായി തമ്മാടികളെ മാറ്റി നിർത്തുകയാണ് ഒരു ഭാഗത്തേക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലുള്ളതാ, എവിടെയോ ഉള്ളതല്ല. നോക്കി നിങ്ങൾ, ഇംതാസുൽ യൗം, ഈ ദിവസത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ പറ്റൂല. ആരോട്? നിസ്കരിച്ചവന്റെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവനെ നിർത്തൂല. സകാത്ത് കൊടുത്തവന്റെ കൂട്ടത്തിൽ അത് കൊടുക്കാതെ പിടിച്ചു വെച്ചവനെ നിർത്താൻ പറ്റൂല. നോമ്പ് നോറ്റവൻ, പട്ടിണി കിടന്നവന്റെ കൂട്ടത്തിൽ നോമ്പ് നോൽക്കാത്തവനില്ല. മാറി നിൽക്കൂ. ഇംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂന, തമ്മാടികളെ, ധിക്കാരികളെ, എന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദുനിയാവിൽ ജീവിച്ചവരെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കൂ. അല്ലാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന അതാ. എന്നിട്ടോ പരിശുദ്ധ ഖുർആനാ പറയുന്നത്. എന്നിട്ട് അധികാരികളായി ജീവിച്ച ആളുകളോട് അല്ലാഹുവിന്റെ ചോദ്യമാ, അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. അല്ലാഹുവിന്റെ ചോദ്യമാ, അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ല ആദമിന്റെ മക്കളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ ഉപദേശം, നിങ്ങൾക്ക് ഞാൻ ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചു. അതിന്റെ ശേഷം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ നിങ്ങളിലേക്ക് അയച്ചു തന്നു. എന്നിട്ടോ അൽഹദ് ഇലൈക്കും യാ ബനി ആദമ, മനു ആദമേ, മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അല്ലാഹുവിന്റെ ചോദ്യമാ മഹ്ശറയിൽ. നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദുശ് ശൈത്താൻ, നിങ്ങൾ പിശാചിനെ വഴിപ്പെടരുത്, അവന്റെ പിന്നാലെ പോവരുത്, അവൻ പറയുന്നത് അംഗീകരിക്കരുത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾ അനുസരിച്ചോ? നമ്മൾ ആലോചിച്ചു നോക്കി. നമ്മുടെ ബുദ്ധിയാ, അതിനു വേണ്ടിയാ മനുഷ്യന്റെ ബുദ്ധി തന്നത്. ഖൈറാണ് ഷർറാണ്, ഒരു ഭാഗത്ത് ഖൈർ, മറ്റൊരു ഭാഗത്ത് ഷർ, ഒരു ഭാഗത്ത് നരകമാ, മറ്റു ഭാഗത്ത് സ്വർഗമാ. ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ്. നമ്മൾ അതാ ചോദ്യം. നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദുശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന് വഴിപ്പെടരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ,
ഈ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അത് പറയാനല്ലായിരുന്നോ ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ ഞാൻ അയച്ചത്? അത് നിങ്ങൾക്ക് പഠിപ്പിക്കാനല്ലേ ഖിയാമത്ത് നാൾ വരെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ നിയോഗിച്ചത്? നിങ്ങളത് കേട്ടിട്ടില്ലേ? നിങ്ങളോട് അവർ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? എന്തേ നമ്മൾ പറയാ? നമ്മളിത് കേട്ടിട്ടില്ല എന്ന് പടച്ച തമ്പുരാനോട് പറയാൻ കഴിയോ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅനിഅ്ബുദൂനി ഹദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്നെ അനുസരിക്കണം, എന്നെ ആരാധിക്കണം, അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം എന്തേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. ഈ പിശാച് നിങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകളെ പിഴച്ചവനാണ് എന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നമ്മളതും പഠിച്ചു. ഫിർഔനിനെ പറ്റി പഠിച്ചു, നമ്രോദിനെ പറ്റി പഠിച്ചു, കാറൂനിനെ പറ്റി പഠിച്ചു. ഈ സമുദായത്തിന്റെ ഫിർഔനായ അബൂജഹലിനെ പറ്റി നമുക്കറിയാം. ഉത്ബത്തിനെ പറ്റി പഠിപ്പിച്ചു, ശൈബത്തിനെ പറ്റി, വലീദിനെ പറ്റി. അവരെയൊക്കെ പിശാച് പിഴപ്പിച്ചവരാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം നേരിൽ കണ്ടിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നരകത്തിലേക്ക് പിശാച് പറഞ്ഞയച്ചവരാണ് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദിനെ പോലെ നേതാക്കന്മാർ. അതും നമുക്കറിയാം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. നിങ്ങൾക്ക് മുമ്പ് എത്രയോ ആളുകളെ ഈ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട് എന്നും ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അഫലം തകൂനൂ തഅ്ഖിലൂൻ. അല്ലാഹുവിന്റെ അടുത്ത ചോദ്യമാ, അഫലം തകൂനൂ തഅ്ഖിലൂൻ. നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നിട്ടില്ലായിരുന്നോ? എന്തേ നിങ്ങൾ ചിന്തിക്കാതിരുന്നു? അതാ ചോദ്യം. ആ ചോദ്യമാണ് നമ്മൾ അടിവരയിടേണ്ടത്. അഫലം തകൂനൂ തഅ്ഖിലൂൻ. എന്തേ നിങ്ങൾ ചിന്തിക്കാതിരുന്നു? എന്തേ നിങ്ങളെ ബുദ്ധി ഉപയോഗിക്കാതിരുന്നു? അത് ഉപയോഗിക്കാതിരുന്നത് കാരണം ഹാദിഹി ജഹന്നം. അടുത്ത വാക്കതാ, ഹാദിഹി ജഹന്നം. ഇതാ നരകം, ഇതാ നരകം. അല്ലതീ കുന്തും തുഅദൂന. നിങ്ങൾ ധിക്കാരികളായി, തമ്മാടികളായി, തോന്നിവാസികളായി, തോന്നിയതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ നരകമാണിത്. ഇതാ നരകം. ഇസ്ലൗഹാ, ഇസ്ലൗഹാ. ആ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നാ. ആ നരകത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പോലും പടച്ച തമ്പുരാന് മനുഷ്യനോട് അവസാനമായി ചോദിക്കുന്ന ചോദ്യം ഇതാ, അഫലം തകൂനൂ തഅ്ഖിലൂൻ. എന്തേ നിങ്ങൾ ചിന്തിക്കാതിരുന്നു എന്ന്. അതാ നമുക്ക് മുന്നിൽ. ആ ചിന്തയാ നമുക്ക് വേണ്ടത്, ആ ബോധമാണ് നമുക്ക് വേണ്ടത്. എന്തിന് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ബോധം. ആ ബോധമാ വേണ്ടത്. ഞാൻ ഓതിയ ആയത്തില്ലേ, പിശാച് വരും. ഏത് പിശാച്? നമ്മെ പിഴപ്പിച്ച, നമ്മെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച, ജമാഅത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച, സകാത്ത് കൊടുക്കേണ്ട എന്ന് നമ്മോട് കൽപ്പിച്ച, സദഖ ചെയ്യാനൊരുങ്ങിയിട്ടും അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ച പിശാച്. ആരെയാണോ നമ്മൾ ഇബാദത്ത് ചെയ്തത്, ആരെയാണോ അനുസരിച്ചത്, ആ പിശാച് മഹ്ശറയിൽ വരുന്ന ഒരു രംഗം സൂറത്ത് ഇബ്രാഹിമിൽ പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിം മറിച്ചു നോക്കി, അവിടെയാ പരിശോധന. അല്ലാഹു തആല അത്രയും വ്യക്തമായി മനുഷ്യന് പഠിപ്പിച്ചിട്ട് പോലും മനുഷ്യൻ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളെ അവസ്ഥ എന്തേ? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിസ്കാരത്തിന് യാതൊരു വിലയുമില്ല, ജമാഅത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മൾ നിസ്കാരം അത് കൂടുന്ന സമയത്ത് നിസ്കാരം അതിൻ്റെ വഖത്തിനെ തൊട്ട് പിന്തിക്കുക, അത് ഖളാ ആക്കുക എന്നതാണ് മിൻ അക്ബരിൽ കബാഇരി എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ വൻദോഷങ്ങളിൽപ്പെട്ടൊരു ദോഷമാണ് നിസ്കാരം അതിൻ്റെ വഖത്തിൽ ചെയ്യാതിരിക്കുക. എത്ര വലിയ ദോഷം!
നമുക്ക് മൈൻഡ് ചെയ്യാം, നമ്മൾക്കതിൽ പ്രശ്നമേ അല്ല, നിസ്കാരത്തിൻ്റെ വിഷയമേ പ്രശ്നമല്ല. നമ്മളാളാരാ? നമ്മളെ ആള് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഉണ്ടോ? അതുപോലും ആരും ചെല്ലുന്നില്ല. ഇബ്ലീസിൻ്റെ പേര് കേട്ടിട്ട് ലഅനത്തുല്ലാഹി അലൈഹി ചെല്ലാൻ നമ്മൾക്ക് കഴിയൂല. കാരണം എന്തേ? ഇബ്ലീസ് ഒരു സുജൂദേ ചെയ്യാതിരുന്നുള്ളൂ. ഒരാൾ പറഞ്ഞത്, ഇബ്ലീസ് ഒരു സുജൂദേ ചെയ്യാതിരുന്നിട്ടുള്ളൂ. നമ്മളോ ഇന്ന് നേരം വെളുത്തതിന് ശേഷം അത്താഴത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങിയിട്ട് സുബ്ഹ് നിസ്കരിക്കാതെ ഇവിടെ വന്നവരാരുണ്ടോ? നമുക്കറിയില്ല. അങ്ങനെ വന്നവരുണ്ടെങ്കിൽ 4 സുജൂദ് ഇന്ന് തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇബ്ലീസിന്റെ പേര് കേട്ട നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി? ഒരു മനുഷ്യൻ യാത്ര പോയ അന്ന റജുലൻ യംശി ഫിൽ ബാദിയ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ പഠിക്കേണ്ടത്, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി, ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥ. ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുക, ഫിൽ ബാദിയ, ആളില്ലാത്ത, മനുഷ്യരില്ലാത്ത, സഹായികളില്ലാത്ത, ഒന്നുമില്ലാത്ത മരുഭൂമിയിലൂടെ നടന്നു പോകുന്നൊരു മനുഷ്യൻ പാതിരാസ് രാത്രി സമയമായപ്പോഴ് ആ മനുഷ്യന് പേടി തോന്നിയെന്ന്, ഭയമുണ്ടായി. അപ്പോഴാ മനുഷ്യൻ ഇങ്ങനെ വിചാരിച്ചു, റബ്ബേ ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോഴാണ് ഫസമിഅ സൗത്താ, പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോഴൊരു മനുഷ്യനാ, വേറൊരാൾ. അല്ലാഹ്, ഇയാൾക്ക് വലിയ സന്തോഷമായി. ആ ആള് വന്നിട്ട് ചോദിച്ചു, മോനെ ഞാൻ നിന്റെ കൂടെ യാത്ര ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇയാളാണെങ്കിലോ അങ്ങനെ ഒരാളെ കിട്ടാൻ കളിക്കുകയാണ്. ആയിക്കോട്ടെ. വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും യാത്ര ചെയ്തു. നേരം വെളുത്തു. പിറ്റേന്ന് വൈകുന്നേരമായി. പിറ്റേ ദിവസം രാത്രിയായി. തലേ ദിവസം ഈ മനുഷ്യൻ കൂടെ കൂടിയ സമയമായി. അപ്പോഴാണ് ആ വന്ന് തലേ ദിവസം വന്ന മനുഷ്യൻ പറഞ്ഞു, നിന്റെ കൂടെ ഞാനില്ല, ഞാൻ തിരിച്ചു പോവുകയാണ്. നിന്റെ കൂടെ പോരാൻ പറ്റൂല, ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞു. അല്ല, ഇങ്ങനെ തിരിച്ചു പോകും? ഈ സമയത്ത് ഞാൻ നേരം വെളുത്തിട്ട് പോയാൽ പോരെ? ഈ പാതിരാ സമയത്ത് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടുക, അതുകൊണ്ട് നേരം വെളുത്തിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോഴാ വന്ന ആള് പറഞ്ഞത്, പോരാ, ഞാൻ പോവുകയാണ്. ഞാൻ ഇബ്ലീസാണ്. ഇബ്ലീസ്, നിന്റെ കൂടെ ഞാൻ 24 മണിക്കൂർ നടന്നിട്ട് ഒരു ദിവസം 17 റക്അത്തിലായിട്ട് 34 സുജൂദ് നിർബന്ധമായി ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പന എന്നോടുണ്ട്. ഒരു സുജൂദ് ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ കൽപ്പിച്ചിട്ട് ചെയ്യാത്തതിനാണ് എന്നെ ഓടിക്കപ്പെട്ടത്. അത് അല്ലാഹുവിനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ചെയ്യും അല്ലേ? ആദമിന്റെ മുമ്പ് ചെയ്യാനാ പറഞ്ഞത്. ആ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരില എന്നെ പുറത്താക്കപ്പെട്ടത്. ഒരു ദിവസം നിന്റെ കൂടെ ഞാൻ കൂടിയിട്ട് 34 സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യാൻ കൽപ്പനയുണ്ടായിട്ട് ഒരു സുജൂദ് പോലും ചെയ്യാത്ത നിന്നിലേക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയാൽ അത് ഞാനും കൂടി ഉൾക്കൊണ്ടുപോകും. അതുകൊണ്ട് നിന്റെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞു എന്നാ ഇബ്ലീസ്. നോക്കി നിങ്ങൾ, സംഭവത്ര ശരിയാ. അങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ല എന്തോ ആവട്ടെ. മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുക. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, മൂസ നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് പോകല്ലേ, എനിക്കൊരു വലിയ അപേക്ഷയുണ്ട്. എൻ്റെ തൗബ ഒന്ന് സ്വീകരിക്കാൻ അല്ലാഹുവിനോട് നിങ്ങളൊന്ന് പറയണമെന്ന്. ഇല്ലേ, ഇബ്ലീസ് പോലും തൗബ ചെയ്യാൻ ആഗ്രഹിച്ചു. ഇല്ലേ, നമ്മളൊക്കെ സ്വർഗത്തിലങ്ങ് എത്തുമായിരുന്നു. അല്ലാഹു എത്തിച്ചു തരട്ടെ. മൂസ നബി അലൈഹിസ്സലാം ചെന്നു. അല്ലാഹുവിനോടുള്ള കലാമുകളൊക്കെ കഴിഞ്ഞു. മൂസ നബി അലൈഹിസ്സലാമിനോട് മറന്നുപോയി എന്നാ ഇബ്ലീസിന്റെ കാര്യം പറയാൻ അല്ലാഹു തആല തന്നെ ഓർമ്മിപ്പിച്ചു. അദ്ദി അമാനതക യാ മൂസ, മൂസേ, മറന്നുപോയ ഒരാളൊരു കാര്യം ഏൽപ്പിച്ചിട്ടില്ലേ? മൂസ നബി അലൈഹിസ്സലാം കാര്യം പറഞ്ഞു. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ ഇബ്ലീസിന്റെ തൗബ സ്വീകരിക്കാൻ പോവുകയാ. ഒരൊറ്റ കാര്യമാ ഉള്ളത്, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ ചെയ്യുന്നതാണല്ലോ അവൻ. അതുകൊണ്ട് ആദമിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഒരു സുജൂദ് ചെയ്തേക്കാൻ പറയണം. ആ തൗബ സ്വീകരിക്കാം. മൂസ നബി അലൈഹിസ്സലാം വളരെ സന്തോഷത്തിലാ തിരിച്ചു വന്നത്. വഴിയിൽ വെച്ച് ഇബ്ലീസ് ചോദിച്ചു, എന്തേ? ഓ അല്ലാഹു തആല തൗബ സ്വീകരിക്കാൻ റെഡിയാ. നിങ്ങൾ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തില്ല എന്ന കുറ്റമല്ലേ? ആ ഖബറിന്റെ അടുത്ത് പോയി ഒരു സുജൂദ് ചെയ്യാം.
ഇബ്ലീസ് നമ്മളെക്കാളും വലിയ ആളായി. നമ്മളേതായാലും കിബറന്മാരും അങ്ങനല്ലേ. അബാ വസ്തക്ബറ, ഇബ്ലീസിനെ പറ്റി ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അബാ വസ്തക്ബറ, അവൻ സുജൂദ് ചെയ്തില്ല, കിബർ നടിച്ചു എന്നാണ്. ഇവിടെയും ഇബ്ലീസ് പറഞ്ഞു, എന്തേ മൂസാ നീ പറയുന്നത്? ഹയാത്ത് കാലത്ത് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്ത ഞാൻ അവന്റെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യും, അതിനെ കിട്ടൂല എന്നാണ്. വേറെന്തോണ്ടോ പറയുന്നത്? നമ്മളിപ്പോൾ അവിടെ ഉള്ളത് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് പോലും ചെയ്യാൻ പോലും മനസ്സില്ലാത്തവർ. എന്തുകൊണ്ടെന്നറിയില്ല. അള്ളാഹു സമ്പത്ത് തന്നിട്ട് ആ സമ്പത്തിന്റെ മുകളിൽ കിടന്നുല്ലസിച്ച് എന്നിട്ടിങ്ങനെ, ഞാനിപ്പോ പറയലതാ, 1 കോടിയും 2 കോടിയുടെയൊക്കെ വീടുണ്ടാക്കിയിട്ട് നായ കയറാതിരിക്കാനുള്ള തടസ്സമല്ല വീട്ടിനൊന്നും. ഇപ്പോഴങ്ങനല്ലേ? പിന്നെ നമ്മളെ വീട് ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മളെ വീട് എത്ര? 50 ലക്ഷത്തിന്റെ വീട്, 1 കോടിയുടെ വീട്, 1.5 കോടിയുടെ വീട്. രാത്രി മഗ്രിബ് കഴിഞ്ഞ് നമ്മൾ വാതിലങ്ങടച്ചാൽ ഒരു മഴ ചാറിയാൽ നായകൾക്ക് കയറി നിൽക്കാൻ എല്ലാ സൗകര്യവുമുള്ള വീട്. അതല്ലേ നമ്മുടെ വീട്ടിന്റെ കോലായില? മഗ്രിബ് കഴിഞ്ഞാൽ നായകൾ. ഇപ്പൊ ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്തൊരു പച്ച കുപ്പിയിൽ വെള്ളാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക അതിന്റെ വക്കത്ത്. എന്തിനാന്നറിയില്ല. പച്ചക്കുപ്പി വെച്ചാലേ നായ കയറാണ്ടിരിക്കുന്ന പറഞ്ഞത് ലീഗാർ പഠിച്ചിട്ടാണോ നോർമല്ല? അങ്ങനെ നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഉണ്ട്. ഇപ്പോൾ പച്ചക്കുപ്പി കൊണ്ടുവന്ന് വെക്കുക, വേറൊന്നുമില്ല. അത് പേടിച്ചിട്ട് നായ കയറാതിരിക്കാന്നാ. വീടെത്തിരണ്ടതാ, വീട് 50 ലക്ഷത്തിൻ്റെത്, 1 കോടിയുടെ വീട്. ഒരു നായ ആ വീടിന്റെ കൊലായിലേക്ക് കയറാതിരിക്കാൻ തടസ്സം വെക്കാൻ 10,000 രൂപ അല്ല 5,000 രൂപ മുടക്കാൻ നമ്മളേലില്ല. എന്നിട്ട് രാത്രി സമയത്ത് നായ കയറി കിടക്കുകയാ. ആ നായ കയറി കിടക്കുന്ന സ്ഥലത്താണ് രാവിലെ മക്കള് വന്ന് കളിക്കുന്നത്. ആ കളിക്കുന്ന മക്കളെയാണ് ഉമ്മ എടുത്തു കൊണ്ടുപോകുന്നത്. എവിടെയൊക്കെയാണ് നജസ്, എവിടെയൊക്കെയാണ് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകേണ്ടത്, എവിടെയൊക്കെയാണ് 7 പ്രാവശ്യം കഴുകേണ്ടത് എന്ന് പഠിക്കേണ്ട മസലയാ. അവിടെ പഠിക്കേണ്ടത്. നായ വന്നിട്ട് കിടക്കുക, അവിടെ നനഞ്ഞ നായ വന്നിട്ട് കിടക്കുക, അവിടെ നായ ഇങ്ങനെ തരിമറി കളിക്കുക. അവിടെ തന്നെയാണ് രാവിലെ വന്ന് കുട്ടികൾ കളിക്കുന്നത്. ആ കുട്ടികൾ തന്നെയാണ് ഉമ്മാരെടുത്തു കൊണ്ടുപോകുന്നത്. എവിടെയൊക്കെ നജസായി 1,00,000 പ്രാവശ്യം ബക്കറ്റിലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയാൽ ശുദ്ധിയാവൂല. 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും 6 പ്രാവശ്യം അല്ലാത്ത വെള്ളം കൊണ്ടും കഴുകണം, നല്ല ശുദ്ധിയാവും. എവിടെ നമ്മളവസ്ഥ? മനുഷ്യന്റെ ബുദ്ധി എന്തോ നശിച്ചുപോയി. അവരവസ്ഥയിലപ്പുള്ളത്. സദസ്സിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒരു ഇൽമ പഠിക്കുക. അങ്ങനെയല്ലേ ഇൽമിൽ നിന്നൊരു അധ്യായം പഠിക്കുക. 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോഴേ നമ്മളെ പള്ളിയിൽ ക്ലാസ് നടക്കുകയാണ്. നിസ്കാരത്തിന്റെ ഫർളാ പറയുന്നത്, അതിന്റെ ഷർത്താണ്. നോമ്പിന്റെ ഫർളും ഷർത്തുമാണ്. സകാത്തിനെ കുറിച്ചാണ്. അത് കേൾക്കാതെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പള്ളിന്റെ ചെരുവിലേക്ക് പോയിട്ട് അത് ഓതുന്നതിനേക്കാൾ പ്രതിഫലം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൽമിന്റെ സദസ്സിലിരിക്കല അല്ലേ? അതിനാർക്കും കഴിയൂല. ഇത് വലിയ ആളായിട്ട് അന്നേരം ഒരു ഖുർആൻ ഓത്താം. അതുവരെ കടയിലിരുന്നിട്ട് ഗീബത്തും നമീമത്തും പറഞ്ഞതായിരിക്കും. ഇപ്പോൾ ഗീബത്തും നമീമത്തും അല്ലാത്തത് കൊണ്ട്, ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് അത് കേൾക്കാൻ വലിയ താല്പര്യമല്ല. അപ്പോൾ ഒരു ഖുർആൻ ഓത്തും. മനുഷ്യന്റെ അവസ്ഥ ഏതാ? നിസ്കാരത്തിന് നിന്നാൽ എന്തെല്ലാം പ്രതിഫലമാ ഒരു മനുഷ്യന് വാങ്ങാനുള്ളത്? എന്തെല്ലാം പ്രതിഫലം ഒരു ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ നിന്നാൽ ആ മനുഷ്യൻ സലാം വീട്ടിയാൽ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 1 അല്ല 2 അല്ല 3 4 അല്ല എത്രയോ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ, ഇന്നൽ മലായികത യുസല്ലൂന അലൽ മുസല്ലി മാദാമ ഫീ മുസല്ല. അല്ലാഹുവിന്റെ മലായികത്ത്, അല്ലാഹുവിന്റെ മലക്കുകൾ യുസല്ലൂന അലൽ മുസല്ലി, നിസ്കരിച്ച മനുഷ്യന്റെ മേൽ മലക്കുകൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എപ്പോഴാ സലാത്ത് നിർത്തുക? മാദാമ ഫീ മുസല്ലാഹു, നിസ്കരിച്ചവൻ നിസ്കരിച്ച സ്ഥലത്ത് എത്ര സമയമാണോ ഇരിക്കുന്നത് അത്രയും സമയം മലക്കുകൾ അവന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
സഹീഹുൽ ബുഖാരിയ. നമ്മൾ എന്താ ചെയ്യുക? ഇമാം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 2 സലാമും വീട്ടി നമ്മൾ ചാരി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പൊ നമ്മളെ പള്ളികളിലൊക്കെ പണ്ടൊന്നും ഇല്ലാത്ത അത്രയും വിശാലമായി കസേരകൾ ഓരോരുത്തർ ഇപ്പൊ കസേര വഖഫ് ചെയ്യുന്നത്. പണ്ടൊക്കെ മുസ്ഹഫയും വഖഫ് ചെയ്യല്. പണ്ട് മുസ്ഹഫ് വഖഫ് ചെയ്യും, പടം പായ വഖഫ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തർ നേർച്ചാക്കിയിട്ട് വഖഫ് ചെയ്യുന്നത് കസാല അല്ലേ? കസാല നിൽക്കുന്നോലെ കൂടുതലാണോ പെടുക, അല്ല ഇരിക്കുന്നോലെ മസല പെടുക എന്ന് ചോദിച്ചു. ഞാൻ അവലേറെ നമ്പർ കൊടുത്തു. മൂപ്പരെ വിളിച്ച് ചോദിച്ചോളിന്ന് അതേലാ പെടുകയെന്ന്. ഒരാൾക്ക് സംശയം, കസാലന്റെ കാല് എവിടാ വെക്കേണ്ടത്? സഫില് മറ്റുള്ളവരെ കാലിന്റെ നേർക്കാണോ, അല്ലെങ്കിൽ ഇയാളെ കാലാണോ മറ്റുള്ളവരെ നേർക്കേണ്ടത്? അപ്പൊ കസാല വേക്കിലിടണോ? ചോദ്യം. അതൊക്കെ ചോദ്യം. എന്തേ ചെയ്യ മസ്അല കിതാബ് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അങ്ങനെ പണ്ട് കസാല ഉണ്ടായിരുന്നോ? അതൊക്കെ പഠിക്കണം. ഇപ്പൊ കസാല നിറഞ്ഞു കിടക്കുക നമ്മളെ പള്ളിയിലൊക്കെ. ഞാൻ ഒരാളോട് ചോദിച്ചു, കസേരയിൽ നിസ്കരിക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കസേരയിരിക്കുന്നത്? അതോ സുജൂദ് പോയാൽ എണീക്കാൻ കഴിയൂല. എന്നാ സുജൂദ് പോയിട്ട് എണീക്കാൻ കഴിയൂലേ? പിന്നെ എണീക്കാൻ കഴിയാത്തവൻ ആ മസല ഇരുന്ന് നിസ്കരിക്കണം? അങ്ങനെയല്ലേ? ഒരാൾ റുക്കൂ ചെയ്തതിന് സുജൂദ് ചെയ്തു, സുജൂദൊന്നും ഇങ്ങോട്ട് എണീക്കാൻ കഴിയുന്നില്ല, ആടെ ഇരിക്കാനേ കഴിയും. എന്നാ പിന്നെ ഇരുന്ന് നിസ്കരിക്കുക. എന്തേ എണീക്കാത്തത്? എണീക്കാൻ ഖിയാം സാധ്യമല്ല. ഖാദിർ അല്ലേ, നിൽക്കാൻ കഴിവുള്ളവനല്ലേ നിൽക്കേണ്ടത്? ഓനിന് നിൽക്കാൻ കഴിയൂല. ഒന്നാമത്തെ റക്അത്തിൽ നിന്നു, സുജൂദ് കഴിഞ്ഞപ്പോൾ പിന്നെ നിൽക്കാൻ കഴിയുന്നില്ല, എന്നാ പിന്നെ ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനല്ലേ മസല? അങ്ങനല്ലേ? പണ്ഡിതന്മാർ വേക്ക് ഉള്ളത് കൊണ്ട് തെറ്റുണ്ടെങ്കിൽ പറയും. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. പിന്നെ ആദ്യമേ കസാലട്ടിട്ട് ഒരൊറ്റ സുജൂദും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഇപ്പൊ സുജൂദ് ചെയ്യുന്നില്ല എല്ലാവരും. കാരണം ഓന്റെ കിബിർ അനുവദിക്കുന്നില്ല. ഓൻ വലിയ പൈസക്കാരനാ, ഓനങ്ങോട്ട് വരുന്ന കണ്ടാ തന്നെ പള്ളിയിലെ ജീവനക്കാര് കസാല ഓടിക്കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൻ വരുമ്പോഴേക്ക് അയാളുടെ ഒന്നെടുക്കണ്, അപ്പോഴേക്ക് കസാല എടുത്ത് മൂപ്പർക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഒരൊറ്റ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ആ മനുഷ്യനില്ല. ഇപ്പോഴങ്ങനെ കസാലക്കാർക്ക് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യമല്ല. ഓലിങ്ങനെ കളിക്കുകയുള്ളൂ. എങ്ങനെ? يوم يكشف عن ساق فيدعون إلى السجود فلا يستطيعون خشية أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ട് ആയത്ത്. يوم يكشف عن ساق فيدعون إلى السجود فلا يستطيعون. ഇവരതിൽ പെടുമോന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാകും. അല്ലാഹു തആല പ്രത്യക്ഷപ്പെടും. ഫയദ്ഉന ഇല സുജൂദി, അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്യാൻ എല്ലാവരോടും കൽപ്പനയുണ്ടാകും. ഫലാ യസ്തതിഊൻ, ദുനിയാവൊന്ന് സുജൂദ് ചെയ്യാത്തവർക്ക് അതിന് സാധ്യമാവൂല. എന്തേ കാരണം? ഖശിയതൻ അബ്സാറുഹും തർഹഖുഹും ذلة وقد كانوا يدعون إلى السجود وهم سالمون. നേർക്ക് നേരെ സുജൂദ് ചെയ്യാൻ കഴിയുന്ന അതിനുള്ള സമയമുണ്ടായിരുന്നു, അന്ന് സുജൂദ് ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെയും നീ സുജൂദ് ചെയ്യേണ്ടതില്ല. അല്ലാഹുവിന്റെ തീരുമാനം അവിടെ നിന്നുണ്ടാവുന്ന. പഠിച്ച റബ്ബ് നമ്മളൊക്കെ ആക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു മസാല പറഞ്ഞു പോയിന്നേ ഉള്ളൂ. മനുഷ്യന്റെ അവസ്ഥ ഇപ്പൊ അതാ. സലാം വീട്ടിയാൽ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൈറുകളൊന്നും ആർക്കും വേണ്ട. ഒന്നാമത്തെ സഫ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുക ചെയ്യുക. ഇപ്പൊ ഏറ്റവും നേരത്തെ പള്ളിയിൽ എന്തിനാ വരുന്നത്? ചാരി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിനാ നേരത്തെ പള്ളിയിൽ വരുന്നത്. ഏറ്റവും ആദ്യം വരുന്ന ആള് ഏറ്റവും ലാസ്റ്റ് സഫിൽ നമ്മൾ ശരിക്ക് ചുമരിനോട് ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കും. അതിനു വേണ്ടിയാ ആദ്യം പള്ളിയിൽ പോകണം. അവിടെ വേറാറോ ഇരുന്നാളും ചാരി ഇരുന്നാളും പിന്നെ നമ്മൾ കുടുങ്ങുന്നു. അതിന് പോവുക അല്ലേ? സഹാബത്തിന്റെ കാലത്തൊക്കെ ഒന്നാമത്തെ സഫിന്റെ മഹത്വവും പ്രത്യേകതയും അതിന്റെ പ്രതിഫലവും നിങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിന് തിക്കും തിരക്കും കൂടി
അഭിപ്രായ വ്യത്യാസമായി നറുക്കിട്ടെടുക്കേണ്ട ഒരവസ്ഥ വരികയായിരുന്നെങ്കിൽ ഇസ്തഹമോ, അത് നറുക്കിട്ട് തീരുമാനിക്കുന്ന ഒരവസ്ഥ എല്ലാ പള്ളികളിലും ഉണ്ടാകുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത്തെ സഫിൽ അങ്ങനെ ഒരു സഫിന്റെ പ്രത്യേകത ഒന്നും ഇപ്പൊ ആർക്കും അറിയില്ല, ആർക്കും വേണ്ട, ആർക്കും ആവശ്യമില്ല. ഒന്നാമത്തെ സഫാകുക, ഇമാമിന്റെ വലത് ഭാഗത്താകുക. എത്ര പ്രതിഫലം! അത് കഴിഞ്ഞാൽ ഇമാമിന്റെ വലത് ഭാഗത്ത് ഒന്നാം സഫിനാണ്, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സഫിൽ ഇമാമിന്റെ വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം. അങ്ങനെയാ അതിൻ്റെ മഹത്വം ഇങ്ങനെ പോണത്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരുമായിരുന്നു നാം. അപ്പം മനസ്സിലാക്കാണ്ടെന്ന് നന്നായി. അല്ലെ നമ്മളെ പള്ളിയിൽ എന്നും അടി ഉണ്ടാകുക കഴിയും. ഇപ്പോൾ അടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു വിടുന്നുണ്ടല്ലോ. പിന്നെ ഒന്നാം സഫിനുള്ള അടി, അതിൻ്റെ മഹത്വം ഹബീബായ റസൂൽ. അപ്പം നേരത്തെ പോകുന്ന ആളുകൾ നേരത്തെ അങ്ങിരിക്കാം. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നതല്ലേ, ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ പ്രയാസം സഫ് നേരെയാക്കാത്തതാണ്. സഫ് നേരെയാക്കാത്തത്